ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജുമോൻ കൂടി ടെലിഫോണിൽ ചെയ്തിട്ടുണ്ട്. ശ്രീ ബിജുമോൻ, ഈ വാർഡ് മെമ്പറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു. ഈ CPM-ൻ്റെ പ്രതിഷേധ യോഗത്തിൻ്റെയൊക്കെ ഭാഗമായി ഇവർ ആ ഒരു യോഗത്തിൽ ഇവരെ മോശമായി സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങളെ തുടർന്നാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്താണ് താങ്കൾക്ക് അറിയാൻ കഴിയുന്നത്? അല്ല, ഇത് വിഷയം ഇപ്പോഴുണ്ടായതല്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായി. ഒരു 1.5 മാസത്തിന് മുമ്പ് ഒരു ഉദ്ദേശം ജൂലൈ മാസം 7-ാം തീയതി ആണെന്ന് തോന്നുന്നു. ജൂലൈ 7 തോന്നുന്നു. 7-ാം തീയതി ഇവർ ഇതേപോലെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. മെഡിക്കൽ അറ്റംപ്റ്റ് നടത്തി. അത് അവിടെയുള്ള ഈ പറഞ്ഞുള്ള ഈ കാശ് കൊടുക്കാനുള്ള ചിലർക്ക് മക്കളുടെ കല്യാണത്തിനും അതുപോലെ തന്നെ വീട് വെക്കാനും ഒക്കെ വച്ചിട്ടുള്ള പൈസകളൊക്കെ തന്നെ കൊടുക്കാനുള്ളവരവരുടെ വീട്ടിൽ നിരന്തരം പോയി ഇത് കിട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോഴാണ് ഇവരിത് ചെയ്തതായിട്ടുള്ളത്. അതുവരെ മാറി അവസാനം പിന്നെ അവരവിടെ നിന്ന് വീട് മാറി വേറൊരു വീട്ടിലേക്ക് വോളിവിൽ ആയിരുന്നു. അങ്ങനെയൊക്കെ വന്ന ഒരു സ്ഥിതിയിൽ വന്ന് പിന്നെ അവസാനം പിന്നെ ഇവര് തന്നെ രണ്ടാമത് ഇവര് ആശുപത്രിയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം അവരുടെ പാർട്ടിക്കാരും എല്ലാം കൂടെ ഇത് മറ്റാളെല്ലാം കൂടെ വല്ലാത്ത പ്രയാസം, ഞങ്ങളിതൊക്കെ സൂയിസൈഡ് ചെയ്യുമെന്നുള്ള രീതി വന്ന സമയത്ത് അവർ തന്നെ വിളിച്ചു പറഞ്ഞു ജൂലൈ മാസം 31-ാം തീയതി ഇടപാടെല്ലാം പൂർത്തിയാക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം പിന്നെ അവർ ശരി എങ്കിൽ ഞങ്ങൾക്ക് അത് മതി, പാർട്ടി തന്ന ഉറപ്പ് മതി, ഞങ്ങൾ ഇനിയിപ്പോൾ അതിനൊന്നും പോകുന്നില്ല എന്നും പരാതിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ മാറി. ഇത് കഴിഞ്ഞതിന് ശേഷം ജൂലൈ 30 കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും നോക്കി. അപ്പോൾ അത് വന്നപ്പോൾ ഇതിനിടയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്തിന് പരാതി തന്നു. അവിടെ ഒരു കൂട്ടായിട്ടും തന്നു, ഒറ്റയ്ക്കും അവിടുത്തെ ഈ പൈസ കിട്ടാനുള്ളവർ തന്നു. പിന്നെ അറിയാൻ കഴിഞ്ഞത് പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ വന്ന പരാതി നമ്മളൊരു ജനപ്രതി ഞങ്ങളെ കുടുംബത്തിന്റെ അംഗം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളതെടുത്ത് കമ്മിറ്റിയിൽ ഇത് പറഞ്ഞിട്ട് നമ്മൾ അപ്പൊ വെച്ചാൽ ശ്രീജയെ ഒന്ന് നേരിട്ട് അറിഞ്ഞുകൊണ്ട് ഒന്ന് വിളിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ വിളിക്കുന്ന സമയത്ത് എല്ലാം ഔട്ട് ഓഫ് റേഞ്ചാണ്, കിട്ടുന്നില്ല. അത് ആവർത്തിച്ച് അവർ നോക്കിയിട്ട് ഫോൺ കിട്ടുന്നില്ല. പിന്നെ നമ്മളെ മെമ്പർമാരുടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവർ എവിടെയാണെന്ന് നോക്കുക, നമുക്ക് അവർക്ക് പറയാം, നമ്മളെ ഒരു കുടുംബത്തിന്റെ ആളല്ലേ എന്നുള്ള രീതിയിൽ നമുക്കത് നോക്കാം എന്ന രീതിയിലും പറഞ്ഞു. അപ്പോഴും ഒരു നേരിട്ട് ആർക്കും കിട്ടുന്നില്ല. അപ്പൊ ഒരു വേറെ വീട് മാറി അല്ലെങ്കിൽ എവിടെയാണെന്ന് അറിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവര് നോക്കുമ്പോൾ നമ്മളൊന്നും ഇത് തന്നെ നമുക്കൊരു വ്യക്തമായ മറുപടി ഇവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. നമുക്ക് ഈ പോലീസിന് സ്റ്റേഷനിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, നമ്മൾ ഇവിടെ തന്നെ പരിഹരിച്ച് പോട്ടെ എന്നുള്ള ഒരു മനോഭാവമാണ് നമ്മളെടുത്ത്. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോൾ ഈ പണം തിരികെ ലഭിക്കാനുള്ള ആളുകൾ ആദ്യം പഞ്ചായത്തിലേക്കാണോ പരാതിയുമായി വന്നത്? പഞ്ചായത്തിലേക്ക് പരാതിയുമായിട്ട് വന്നിട്ടുണ്ട്. അത് ഒരു ഗ്രൂപ്പായിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള പരാതി തന്നിട്ടുണ്ടായിരുന്നു. ശരി, അപ്പോൾ ഇവരോട് സംസാരിച്ചിരുന്നില്ല? ഇത്തരത്തിൽ പരാതിക്കാർ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ബോധിപ്പിച്ചിരുന്നില്ലേ? അതെ, ഇവരെ ബോധിപ്പിക്കാൻ വേണ്ടി വിളിച്ച് ഇവരെ ഫോണിൽ കിട്ടുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് നോക്കാൻ നോക്കുമ്പോൾ എവിടെയാണ് എന്താണെന്ന് നമുക്ക് വ്യക്തമായ രൂപം കിട്ടുന്നില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിൽക്കായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് കൂടി ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തുന്നു. പരാതി അതുപോലെ തന്നെ വനിതാ കമ്മീഷനിലേക്ക് കൊടുത്ത് അവരെ വിളിച്ച് വനിതാ കമ്മീഷനിലേക്ക് വിളിച്ച് അവര് ഈ പറഞ്ഞ പോലെ ഒരു തീർപ്പ് പെട്ടെന്ന് പരിഹരിച്ചു കൊടുക്കണമെന്നുള്ള രീതി പറഞ്ഞ് അതും ഒരു ധാരണയിലെത്തി പോകുന്ന സ്ഥിതി ഉണ്ടായി. ഇതൊന്നും കിട്ടാതെ വന്നപ്പോ ഇവര് പിന്നെ പാർട്ടികൾക്ക് തന്നെ കത്ത് കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയതാണ് ഈ ആളുകൾ എല്ലാം പാർട്ടിയിലേക്ക്. അങ്ങനെ വന്നപ്പോ CPM-ന്റെ അടുത്ത് പരാതി പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവരാണ് അതിനടുത്ത് ഈ ആളുകളെല്ലാം കൂടെ സംഘടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രതിഷേധിച്ചാൽ ഇത് ഈ പാവപ്പെട്ട മറ്റൊരു കുറച്ച് ഞങ്ങളിപ്പോ ആത്മഹത്യയുടെ മുൻപിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാണ് ഈ പൈസ കൊടുത്തവരെ സംബന്ധിച്ചുകൊണ്ട് നിൽക്കുന്ന പലരും വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങളെ എല്ലാ പ്രതീക്ഷയും പോവുകയാണ് എന്ന് പറഞ്ഞു വല്ലാത്തൊരു സങ്കടമായിരുന്നു. ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പണം ലഭിക്കാനുള്ള ആളുകൾ ആയിരുന്നോ? CPM പ്രവർത്തകരായിരുന്നില്ലേ ഈ പ്രതിഷേധം നടത്തിയത്? അതെ, ആ പ്രതിഷേധത്തിൽ വന്നതില് ഏറിയ പങ്ക് ഇതിലുള്ളവരില് അതിൽ പ്രതികളായിട്ട് വന്നിട്ട് അതിന്റെ ആൾക്കാരാണ് വന്നിട്ടുള്ളത്. അവിടെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ വലിയ ഒരു ഇതല്ല, നമ്മൾ അത് ഇയാൾക്ക് എതിരല്ല, വ്യക്തിപരമായിട്ടുള്ള എന്നുള്ളതല്ല. അത് ഈ പറഞ്ഞ വിഷയത്തിന്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഇതുണ്ടല്ലോ നമ്മുടെ അവിടുത്തെ പാർട്ടി അവരുടെ പ്രദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ. അപ്പൊ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന് ആൻസർ ചെയ്യേണ്ട അവരാണെന്നുള്ള രീതിയിൽ അവർ ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം കൂടി ആയിരുന്നു അത്. അവിടെയൊക്കെ വളരെ സഭ്യമായിട്ടാണ് ആ മീറ്റിംഗിലൊക്കെ ഇടപെട്ടിട്ടുള്ളത്. അതിലൊന്നും വേറൊരു പ്രകോപനപരമായിട്ടുള്ള സംഗതികളൊന്നും അതിൽ വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ആ യോഗത്തിൽ ഈ ശ്രീജയെ കുറിച്ച് എന്തെങ്കിലും മോശം രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നോ? താങ്കൾ ആ യോഗത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ട്, ഞാൻ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയാൻ കാരണം അവിടെ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ
അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു സംഭവം അവർ ചെയ്തു, അത് തെറ്റാണ്. അതനുസരിച്ച് ആ പാർട്ടി അവർക്കിപ്പോ കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആ പാർട്ടി അതിന് വേണ്ടുന്നുള്ള ഉത്തരം കണ്ടെത്തണം, അതിനുവേണ്ട നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുന്ന രീതിയിലായിരുന്നു അതുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരുടെ കുടുംബം പോലും ആരോപിക്കുന്ന കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ യോഗത്തിൽ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഈ ശ്രീജയെക്കുറിച്ച്. അതിനെ തുടർന്ന് അവർ വലിയ മനോവിഷമത്തിലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ കടം നൽകാനുള്ള പണം ഉണ്ടായിരുന്നു, പക്ഷേ അത് കൊടുത്തു തീർക്കാനുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾക്കിപ്പോ നമുക്ക് അതിന് അവരുടെ മെമ്പർ എന്നുള്ള രീതിയിൽ അവരുടെ കൂടെയല്ലേ നമ്മൾ നിൽക്കുന്നത്. പക്ഷെ എന്നാലും വസ്തുത നമുക്ക് അത് എങ്ങനെയെങ്കിലും കൊടുത്തത് കറക്റ്റ് ചെയ്യണം എന്നുള്ള നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ വന്ന വിഷയം എന്ന് വെച്ചാൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ആവർത്തി പറഞ്ഞു പിന്നെ അവർ പറഞ്ഞ ഒരു ഡയലോഗും കൂടെ ഉണ്ട്, ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു എന്നുള്ളതാണ് ഈ വന്നിട്ടുള്ള ചില കക്ഷികൾ നമ്മളടുത്ത് സൂചിപ്പിച്ചത്. അപ്പൊ നമ്മൾ പറഞ്ഞ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ഞാൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ടൊക്കെ പറഞ്ഞു അതൊക്കെ പരിഹരിച്ച് കിട്ടും, വേറെ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന സ്ഥിതിയിലേക്ക് നിൽക്കുന്ന കാര്യമാണുള്ളത്. മറ്റ് അവർ വേറെ ഈ പറഞ്ഞതുപോലെ ഇവര് പറയുന്ന പൈസ എന്തിനു വേണ്ടി വാങ്ങിച്ചു, അത് എന്ത് പൈസ, ഇത്രയും പൈസ എന്തിനെന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ ഞാൻ പറയാൻ കാരണം ഇവരെന്ന് വെച്ചാൽ ഇവർ 2 മക്കളെയും അങ്ങനെ വലിയ വിപുലമായ രീതിയിൽ കല്യാണം കഴിച്ച് പോയതല്ല. അവർ വളരെ ലഘുവായിട്ട് കല്യാണം കഴിഞ്ഞ് പോയതാണ്. അത് ഞാൻ പറഞ്ഞതിന്റെ സാറ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുകൊണ്ട് വേറെ പൈസ കടമെടുക്കേണ്ട ഒരു സംഗതി മതി. അപ്പൊ ഇതിൽ വേറെ എന്തെങ്കിലും ദുരൂഹത, ഇത് വേറെ ആരെങ്കിലും പങ്കാളിയാണോ എന്താണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു ജനപ്രതിനിധിക്ക് ഇങ്ങനെ സംഭവിച്ചു, അപ്പൊ അതിന്റെ ദുരൂഹത മാറ്റേണ്ടതുണ്ട് എന്ന് കാണിച്ച് ഞാൻ പഞ്ചായത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇത് ഈ മരണശേഷം തന്നെ നമുക്ക് ഈ വേർപാടിന് ശേഷം സ്റ്റേഷനിലേക്ക് അതിന്റെ പരാതിയും കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ് ഇവർക്ക് കടം ഉണ്ടായിരുന്നത്? ആ എത്ര രൂപയൊക്കെ കടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഈ പരാതിക്കാർ നിങ്ങളെ സമീപിച്ചത്? അത് പലരും പല രൂപത്തിലുള്ള കാശാണ്. അതായത് ചെറിയ എമൗണ്ട് മുതൽ വലിയ എമൗണ്ട് വരെയൊക്കെ ഉണ്ട്. അപ്പൊ അതങ്ങനെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ചിലരൊക്കെ കോടിക്കപ്പുറം പറയുന്നു, ചിലരൊക്കെ അതിനപ്പുറം അകത്തോട്ട് പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ രീതിയിലേക്ക് പറയാത്തത്. ഈ പരാതിക്കാർ നേരിട്ട് ഈ ശ്രീജ എടുത്ത് ചെന്നിരുന്നില്ലേ? പരാതിക്കാർ പോയിരുന്നു, ഒട്ടനവധി പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഒട്ടനവധി പ്രാവശ്യം. അവർക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവർക്ക് ഇനി പറയാൻ വാക്കുകളില്ല. ആ രീതിയിൽ അവർ പരമാവധി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എല്ലാരും കഴിഞ്ഞ ശേഷമാണ് ഈ ഇന്നലെ പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതിയായിട്ടൊക്കെ പോയിട്ടാണ് അവരിങ്ങനെ അവരുടെ പാർട്ടിയിൽ പോയിട്ടുണ്ട്, അവര് ഇവിടെ അല്ലാതെ മറ്റു പാർട്ടികളുടെ അടുത്ത് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും അവർക്ക് നോക്കുമ്പോൾ അവരും ഒരു ജീവൻ പൊലിയുന്ന ഒരു എന്താ പറയാ ഭരണക്കുടുക്കിൽ നിൽക്കുമ്പോഴത്തെ അവസ്ഥയെന്നാണ് അവർ പറയുന്നത്. അവർ പറഞ്ഞത് ഞങ്ങൾ ഈ പൈസയുടെ ഇത് വീട്ടാൻ പറ്റാത്തത് എന്നുള്ള രീതിയിലൊക്കെയാണ് വന്നത്. അല്ലാതെ അതില് നമ്മൾ തികച്ചും മാനുഷികമായിട്ടാണ് കണ്ടത്. നമുക്ക് പരമാവധി ഇതിൽ പ്രശ്നമില്ലാതെ പോകണം. ഇത്രയും ദിവസം ഇപ്പൊ യഥാർത്ഥം പറഞ്ഞ ഈ വിഷയം നടന്നിട്ട് ഇത്ര മാസങ്ങൾ കഴിഞ്ഞില്ലേ, എന്നിട്ട് പോലും അങ്ങനത്തെ രീതിയിലേക്ക് പുറമെ പോകുന്ന രീതിയിലേക്ക് വന്നില്ല. ഇത് ഏത് രീതിയിലെങ്കിലും പരിഹരിച്ച് പോകുമെന്നുള്ള രീതിയിലാണ് പൊതുധാരയിലുള്ളവരും എടുത്തിരുന്നത്. ഇത് എത്ര നാളായി അപ്പോൾ നിങ്ങൾക്ക് പരാതി ലഭിച്ചിട്ട്? ഈ അടുത്ത സമയത്തൊന്നും അല്ലേ നിങ്ങൾക്ക് പരാതി ലഭിച്ചത്? നമുക്ക് പഞ്ചായത്തിൽ പരാതി വന്നത് ഈ 31 ശേഷമാണ്, ജൂലൈ 31 ശേഷമാണ്. അതിനുശേഷം അവർ പറഞ്ഞ വാക്ക് അവസാന നിമിഷത്തിൽ അവർ പാർട്ടി പാലിച്ചില്ല എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മളിലേക്ക് പരാതി തന്നത്. ശരി, എന്തായാലും പഞ്ചായത്ത് ആ രീതിയിൽ ഇടപെട്ടു എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. ഈ ശ്രീജ പണം നൽകാനുള്ള ആളുകൾ പഞ്ചായത്തിലേക്കാണ് പരാതിയുമായി എത്തിയത്. അത്തരം ഈ പണം ലഭിക്കാനുള്ളവരാണ് ഈ പ്രതിഷേധ പരിപാടി നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. വളരെ നന്ദി ശ്രീ ബിജുമോൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.